മുഖവരുകൾ ആവശ്യമില്ലാത്ത ഒരാളാണ് നമ്മുടെ പൊന്ന് മോണിമുഖത്തിലുള്ളത്, അഞ്ജലി മേനോൻ. സംവിധായിക എന്നുള്ള രീതിയിൽ നമ്മൾ പല ഇൻ്റർവ്യൂകളിലും കണ്ടിട്ടുണ്ടാകും. ഇന്ന് മറ്റൊരു മുഖം പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം. ഇപ്പോൾ ORC കോഴിക്കോട് ഒരു അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു സെലിബ്രിറ്റി മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. എങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സേവനങ്ങൾ എങ്ങനെയാണ്? ഇത് ശരിക്കും വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്തെങ്കിലും കൂടുതൽ കുട്ടികൾക്ക് അവരുടെ ഒരു ജേണിയിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസായി. എന്താ വെച്ചാൽ പല സ്കൂൾസിലും പോയിട്ടും അവരുടെ ഒരു ഇൻറ്ററാക്ഷനിലൂടെ അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഒരു സിനിമയുടെ ഒരു അപ്രോച്ചിൽ നിന്ന് അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പം അവരെന്താണ് ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്, കണ്ടതിൽ എന്താണ് ശ്രദ്ധിച്ചിരിക്കുന്നത്, എന്താണ് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത്, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുന്ന ഒരു അവസരം കൂടിയായി. സോ വളരെ ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, അതായത് ഒരു ഫിലിം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സേവനം തന്നെയാണ്. അപ്പോൾ ആ ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ പാതയിൽ മഞ്ചാടിക്കുരു ആയാലും ഉസ്താദ് ഹോട്ടലായാലും ഒരു സന്ദേശം ഉയർന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പാതയിൽ നിന്നാണ് അതേ ഒരു സേവനത്തിൻ്റെ പാതയിൽ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് സിനിമയിൽ നിന്ന്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ വളരെ ചെയ്യാൻ താല്പര്യമുള്ളൊരു ജോലിയാണ് ഈ ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സമൂഹ സേവനമായിട്ടൊന്നുമല്ല ശരിക്കും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ പല കാര്യങ്ങളുണ്ട്. കുട്ടികൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു സമൂഹമാണ്, അവരങ്ങനെ ആകുന്നത് ഒരു സമൂഹമാണ്. ഈ ഒരു സന്ദേശത്തിലൂടെ ഇതിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ഏതാണ് നല്ല വശം ഏതാണ് ചീത്ത വശം എന്നുള്ളത് പറഞ്ഞു നൽകുന്നത്? ശരിക്കും ഈ പറഞ്ഞ ഇൻറ്ററാക്ഷൻസിലൊക്കെ ഉണ്ടായിട്ടുള്ളത് നല്ലതും ചീത്തയും എന്നുള്ളതില്ല. ആരും പൂർണ്ണമായിട്ട് നല്ലതും അല്ല, ആരും പൂർണ്ണമായിട്ട് ചീത്തയും അല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ച് അതിനപ്പുറത്തുള്ള വ്യക്തികളെ തിരിച്ചറിയണം കുട്ടികൾ എന്നുള്ളൊരു സന്ദേശമാണ് ശരിക്കും അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ എൻ്റെ ഒരു മേഖല സിനിമ ആയതുകൊണ്ടും ഞാൻ ചെയ്തിട്ടുള്ള വർക്കാണ് അവർക്ക് കൂടുതൽ താല്പര്യം. എന്നെ നേരിട്ട് പരിചയമില്ല, പക്ഷേ എൻ്റെ വർക്ക് അവർക്ക് നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിലെ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചിട്ടും ആ സിനിമകളിലുള്ള ആശയങ്ങളെ ഉപയോഗിച്ചിട്ടാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് തോന്നുന്ന അവരുടെ അടുത്തുനിന്ന് അതുകൊണ്ട് വളരെ നല്ല റെസ്പോൺസസ് കിട്ടി. വളരെ തുറന്ന് സംസാരിക്കാൻ തയ്യാറായി പലവരും. നമ്മൾ പറയുന്ന ഒരു ആശയം അവർക്ക് കുറേ കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെ ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഒരു അജുവിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അജുവിനെ നമുക്ക് കാണുമ്പം അജു നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാതെ, അപ്പം ആ ഒരു രീതിയിൽ കുട്ടികളെ ഈ കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പം ഏത് രീതിയിൽ ആണ് ഈ ചീത്ത വശം നല്ല വശം എന്നുള്ളത് എങ്ങനെയാണ് ആ ക്ലാസ്സുകളിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നത്? എന്താണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഒന്നാമത് അജു മാത്രമല്ല, അജു ആയാലും ദാസ് ആയാലും ഫൈസി ആയാലും ഇതെല്ലാം ഞാൻ എഴുതിയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാരക്ടേഴ്സിനോട് വലിയ താല്പര്യമില്ല. മിക്ക ക്യാരക്ടേഴ്സും ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഓഫ് ഗ്രേ ആയിരിക്കും. അപ്പോൾ കുട്ടികളോട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഇത് ഒരു ക്യാരക്ടറിന് വെച്ച് അവരുടെ മുന്നിലിരിക്കുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഫ്രണ്ട്, ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വന്നൊരു കുട്ടി, ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികളെ കാണുന്നൊരു രീതി, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറെ അസസ് ചെയ്യുമ്പോൾ ശരിക്കും അവരൊരു ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്തിനെ അസസ് ചെയ്യുന്ന അതേ രീതിയിലാണ് ഞങ്ങൾ ആ ക്യാരക്ടേഴ്സും അസസ് ചെയ്തത്. അപ്പോൾ അവരോട് ആദ്യം പല ചോദ്യങ്ങളും ചോദിച്ചു, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നല്ലതും ചീത്തയും എന്താണ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം ഈ ക്യാരക്ടേഴ്സിനോട് ചേർത്തിട്ട് ആ ലിസ്റ്റ് ഒന്നുകൂടെ പരിശോധിക്കുമ്പം അവരുടെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യാസമുള്ളതായിരുന്നു. അത് ശരിക്കും കുറച്ചുകൂടി ഗുണമെന്ന് തോന്നുന്നു. കാരണം അവർ ഈ സെലിബ്രിറ്റികളുമായിട്ട് ഭയങ്കര താതാത്മ്യം പ്രാപിക്കുന്നൊരു ഈ കുട്ടികളാകുമ്പോൾ തന്നെ അവരോട് കൂടുതൽ താല്പര്യം, അവരെ അനുകരിക്കാൻ ശ്രമിക്കല്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഗുണമാകും ഇത്തരത്തിലുള്ള. ഐ തിങ്ക് ഓൾസോ ഒരു കാര്യമുണ്ടല്ലോ, ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആ സെലിബ്രിറ്റി അല്ല എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, അതും നമുക്ക് ശരിക്കും ഐ തിങ്ക് കൃത്യമായിട്ട് അതിലേക്കും എത്തിയിട്ടുണ്ട് കുട്ടികൾ. എന്താണെന്ന് വെച്ചാൽ ഇന്ന നടനല്ല ആ ഒരു റോൾ ചെയ്തത് എങ്കിൽ നിങ്ങൾ ഈ കഥാപാത്രത്തെക്കുറിച്ച് എന്ത് പറയും എന്നുള്ളൊരു ഡിസ്കഷനും കൂടി ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് വാസ് എ ഗുഡ് തിങ്. ബിക്കോസ് പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ കുട്ടികൾ അങ്ങനെ ആ സെലിബ്രിറ്റിയോടുള്ളൊരു ഇഷ്ടം ചിലപ്പോൾ ആ ക്യാരക്ടറിന് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിലുപരി ആ ഒരു ക്യാരക്ടറുടെ ജേർണി എന്താണ്, ആ ഒരു ക്യാരക്ടറിൻ്റെ ഗ്രാഫ് എന്താണ്, അവർ എത്രത്തോളം ആ ക്യാരക്ടറാണ് എന്നുള്ള ഡിസ്കഷൻസിലേക്കൊക്കെ പോയി. ഇപ്പോൾ അതിൽ ദാസ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫിലിമിൽ. ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കാണുമ്പം ആ ക്യാരക്ടറെ കുറിച്ച് അവർ ചിന്തിച്ചതാണോ അവർ സെക്കൻഡ് ഹാഫിൽ അനുഭവിച്ചത്. അപ്പോൾ ഈ ഡിസ്കഷൻസൊക്കെ വരുമ്പം ശരിക്കും അതൊരു ക്യാരക്ടർ ഡൈസെക്ഷൻ ആവുന്നു.
അത് പലപ്പോഴും ഒരു ഓപ്പൺ ഫോറത്തിൽ നമ്മൾ ചെയ്യാത്തതാണ് ക്യാരക്ടർ ഡയസെക്ഷനിൽ. ബട്ട് ഇതിൽ ഈ ഒരു കാര്യത്തിൽ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ബിക്കോസ് അവർക്ക് അങ്ങനത്തെ ആശയങ്ങൾ എത്തിക്കാൻ എത്രയോ എളുപ്പമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയായതുകൊണ്ട്. ഈ 2 ദിവസമായിട്ട് കോഴിക്കോട് പല സ്കൂളുകളിൽ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും കിട്ടിയോ? അങ്ങനെ ഒരു കാര്യം ഒരുപാടുണ്ട്. ആസ് എ ഫിൽം മേക്കർ പലപ്പോഴും നമ്മൾ ഒരു പോപ്പുലർ ഫിലിംസിൻ്റെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഓഡിയൻസിന് എന്ത് വേണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. ആൻഡ് ഇത് മനസ്സിലാക്കാൻ വളരെ കുറച്ച് വഴികളേ ഉള്ളൂ. ഒരു സിനിമ എല്ലാം ഉണ്ടാക്കിച്ച് അത് തിയേറ്ററിൽ എത്തിക്കുമ്പോൾ അന്ന് ആ വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ അതിന് പകരമായിട്ട് ഇങ്ങനെ ഡയറക്റ്റ്ലി ഒരു ഓപ്പൺ ഇൻറ്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ സിനിമകളെക്കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചും ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ശരിക്കും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു 14 വയസ്സായിട്ടുള്ളൊരു കുട്ടി ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരുടെ ഒപ്പീനിയൻസ് അറിയുമ്പോഴും അവരുടെ ബയസസ്, പ്രെജുഡിസസ്, അവർ വളരെ ഓപ്പണായിട്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു തരം അപ്ഡേറ്റിംഗ് ആണ് നമ്മുടെ സിസ്റ്റം. ബിക്കോസ് ഒരു പെർസെപ്ഷൻ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ ഒരു ദിസ് ഈസ് വാട്ട് ലൈഫ് ഈസ് എന്നുള്ളത്. അത് പക്ഷേ കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടിരിക്കണം. ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് അതിനെ സഹായിക്കുക. പക്ഷേ അതിലെന്ന് വെച്ചാൽ പഴയ കാലത്താകുമ്പം ഈ 13 വയസ്സ് 14 വയസ്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അറിവാണ് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ അറിയാം, കുറേ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട് അവർക്ക്. നമ്മുടെയൊക്കെ കാലത്ത് ഒരു 14 വയസ്സ് കുട്ടിക്ക് ഉണ്ടാവുന്നതിനെക്കാട്ടും എത്രയോ അധികം ആക്സസ് ടു ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അത് നോട്ട് നെസസറിലി നോളജ് ആവണമെന്നില്ല. ചില കാര്യങ്ങളിൽ അവർക്ക് എത്രയോ അധികം നോളജും ഉണ്ട്. ബട്ട് ആ തരത്തിലുള്ളൊരു ആക്സസ് ടു ഇൻഫർമേഷൻ എങ്ങനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുകൂടാതെ ഒരു തരം ഇപ്പോൾ മെൻറ്റോഴ്സിനെ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യാം, ഒരു മെൻറ്റോറെ അടുത്ത് നിന്ന് അവരെന്ത് പ്രതീക്ഷിക്കുന്നു. ഇൻഫാക്ട് ഈ സെഷൻസിൽ ഇന്നത്തെ സെഷൻസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് കുട്ടികൾ ശരിക്കും അവരുടെ മെൻറ്റോഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് അവർ വളരെ ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ അത് ശരിക്കും ടീച്ചേഴ്സിനാണ് കുറേ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ്. ശരിക്കും നമ്മൾ ടീച്ചേഴ്സിനോടും കൂടെ പറഞ്ഞു നൽകേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് അവരും കൂടി അറിയണം. അവരും കൂടി അറിഞ്ഞാൽ മാത്രമാണല്ലോ. ഇന്ന് അറ്റൻഡ് ചെയ്ത ടീച്ചേഴ്സിന് എന്തായാലും അത് മനസ്സിലായിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഈ തരത്തിലൊരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതൊന്ന് എൻകറേജ് ചെയ്ത് അത് കുറേ കൂടെ ഒരു ഓപ്പൺനെസ് വരുമ്പോൾ തന്നെ ഒരു ഭേദമാവുന്നുണ്ട് കാര്യങ്ങൾ. ഇതിലിപ്പോൾ ഇത് തുടങ്ങി വെച്ച് തന്നെ കുട്ടികൾ വഴിതെറ്റുന്നു. ആ ഒരു കാരണം അങ്ങനെയുള്ള പല റിപ്പോർട്ടുകൾ വരുന്നു. കുട്ടിക്കുറ്റവാളികളുടെ എണ്ണം കൂടുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്താണ് കുട്ടികളോട് എന്നുള്ളൊരു പദ്ധതി വരുന്നത്. അപ്പോൾ ഈ പദ്ധതി ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് ഒത്തിരി മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഐ ഹോപ്പ് സോ. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വരാനിരിക്കുന്ന ന്യൂ ജനറേഷൻ ഇവരൊക്കെയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് ചെറിയൊരു ചലനം പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് രീതിയിലേക്കാണെങ്കിൽ എന്തായാലും അത് നല്ലതിന് തന്നെയാണ്. ബിക്കോസ് നാളെ പറ്റിയെന്ന് ബാക്കി എല്ലാവരും പഠിപ്പിക്കുന്നത് ഇവർ തന്നെയായിരിക്കും. സോ അത് നല്ലതിലേക്കാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ സെലിബ്രിറ്റി മെൻറ്ററായിട്ട് ഈ പദ്ധതിയിലേക്ക് വരുന്നതും? ഈ സെലിബ്രിറ്റി എന്നുള്ളൊരു വാക്ക് ഒഴിവാക്കണം എന്ന് ഞാൻ ആദ്യത്തെ ആ ഒരു മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇവിടെ ORCയുടെ ഏത് മെമ്പറിനെ പോലെ ഞാൻ ഇതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രിറ്റിയെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് ഐ ഡോണ്ട് നോ. അത് ഈ ഒരു മേഖല ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു റീച്ച് ഉണ്ടാവും. അതിലപ്പുറം ഞാൻ എൻ്റെ ഒരു പൊസിഷൻ ഐ ഡോണ്ട് നെസസറിലി സീ ഇറ്റ് ആസ് എ സെലിബ്രിറ്റി. അതിനെക്കാട്ടും ഈ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എന്നാണ്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു മീ. ഇത്തരത്തിലുള്ള സംഘടന പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികളുടെ രക്ഷിതാക്കളായിട്ട് ആശയവിനിമയം നടത്തി അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് അഞ്ജലി മേനോൻ എന്ന സംവിധായക എത്തുമ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു അനുഭവം? ഞാൻ ആക്ച്വലി എൻ്റെ കോളേജ് ഡേയ്സ് തൊട്ട് കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യണതാണ്. ഞാൻ കരിയർ തന്നെ തുടങ്ങിയിരിക്കുന്നത് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷനിലാണ്. സോ എനിക്ക് ഇറ്റ്സ് എ ഫെമിലിയർ ഏരിയ. അത്രയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല. പക്ഷേ ഇവിടെ വളരെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു സ്ട്രോങ്, മോട്ടിവേറ്റഡ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. അത് പല ഫീൽഡ്സിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ ചേർന്ന് നിന്ന് ഇങ്ങനത്തെ ഒരു മോട്ടീവിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് വളരെ ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ അതിൽ ഒരാളാവാൻ വളരെ സന്തോഷമുണ്ട്. ശരിക്കും നമ്മൾ അധ്യാപകർ നിർവഹിക്കേണ്ട ഒരു റോളാണത്. അധ്യാപകരാണ് പൊതുവെ ഏറ്റവും കുട്ടികളെ സ്വാധീനിക്കാൻ കഴിവുള്ളവർ. രക്ഷിതാക്കൾ കഴിഞ്ഞാൽ അധ്യാപകർക്കാണ്. പൊതുവെ പല സ്കൂളുകളിലും നമ്മൾ അധ്യാപകർ ആ രീതിയിലോട്ട് പോകാതാവുമ്പോഴാണ് കുട്ടികൾ വഴിതെറ്റുന്ന ആരോപണങ്ങളാവാം വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് കാണുന്നത്? ഐ ബിലീവ് ശരിക്കും ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ലിവിങ് ആകുമ്പോൾ അധ്യാപകർക്ക് മാത്രമല്ല ആ കുട്ടികൾക്ക് ചുറ്റുമുള്ള ഏത് മുതിർന്ന ആൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
ഈ ORC വഴി ഞങ്ങൾ അത് നിറവേറ്റാൻ മാത്രമേ നോക്കുന്നുള്ളൂ. ആ കുട്ടികൾക്ക് ചുറ്റും നിൽക്കുന്ന അവരുടെ ബന്ധുക്കാരാണെങ്കിലും അവരുടെ അധ്യാപകരാണെങ്കിലും അവരുടെ സ്വന്തം കുടുംബക്കാരാണെങ്കിലും ആരായാലും നമുക്ക് ആ കുട്ടിയോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് അത് തിരിച്ചറിയുമ്പോൾ തന്നെയാണ് ഇതിന് താനേ ഒരു വളർച്ച ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിന്. അല്ലാതെ ഇത് എത്രയും പെട്ടെന്ന് എല്ലാ കുറ്റവും ഒരാളുടെ മേലേക്ക് മാത്രം വെച്ചിട്ട് നമ്മൾ അതല്ല ഇതിൻ്റെ ഒരു മോട്ടീവ്. അതല്ല, ഇത് അധ്യാപകർ അടക്കമുള്ള എല്ലാ മുതിർന്നവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സ്കൂളുകളിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് തന്നെ ലഭിക്കുന്നുണ്ടാവും അല്ലേ? ഐ തിങ്ക് വളരെയധികം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് അവർക്ക് ഇത്രയും അധികം സ്കൂൾസ് എല്ലാം ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റിയിരിക്കുന്നത്. ആൻഡ് പല ലെവൽസിലുള്ള സ്കൂൾസിലാണ് അതിൻ്റെ ലൊക്കേഷൻ ആണെങ്കിലും അവർക്കുള്ള ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം പല ലെവൽസിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ എൻതൂസിയാസം അത് എല്ലായിടത്തും ഏകദേശം ഒരേ രീതിയിലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് ആണ്. ഇങ്ങനെ ഒരു ശ്രമം ശരിക്കും വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഉസ്താദ് ഹോട്ടലിൽ ഒരു സന്ദേശം നൽകി വിശദീകരിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ മഞ്ചാടിക്കൊരു കുട്ടികളുടെ ഒരു ചിത്രം പക്ഷേ മുതിർന്നവർ പോലും ആകർഷിച്ചൊരു ചിത്രമായിരുന്നു അത്. അപ്പം അങ്ങനെ ഒരു ചിത്രത്തിൽ 2 ചിത്രങ്ങൾക്ക് ശേഷം കോഴിക്കോട് കളക്ടർ നടപ്പാക്കിയൊരു കമ്പാഷനേറ്റ് കോഴിക്കോടിലേക്ക് അതിൽ ഒരു ഭാഗമാകുന്നു. അത്തരത്തിൽ സേവനത്തിൻ്റെ ഒരു പാതയിൽ വരുന്നു. നേരത്തെ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും മനസ്സിൽ നേരത്തെ പഠിക്കുന്ന കാലം മുതലേ ഇത്തരത്തിൽ സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളൊരു അങ്ങനെ സാമൂഹ്യ സേവനം എന്ന് പറയുന്ന ഒരു ലേബിൾ ഒട്ടിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് ഏത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എഡൾട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനത് അങ്ങനെ ഒരു വിട്ട് ചിന്തിക്കുന്ന ആ ഒരു രീതിയിലല്ല അതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു നെയ്ബറിനൊരു പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ അയാളുടെ ഒപ്പം നിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. അതേപോലെ ഞാനും അത് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സും കമ്മ്യൂണിറ്റിയും എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എന്നെ സഹായിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഒരുപാട് നമ്മളങ്ങനെ ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടു ഹൈപ്പ് ഇറ്റ്. അതിലുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഹൈപ്പ് ചെയ്യേണ്ടത്. അതായത് അതിന് റിസൾട്ട്സ് എന്താണ് അതാണ് ഹൈപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ ശരിക്കും ഐ ഡോണ്ട് തിങ്ക്. പക്ഷെ പൊതുവെ ഇത്തരത്തിലുള്ള പരിപാടി ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ട്. ഇതിന് റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടത്തെ ഒരു കളക്ടർ തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാം നല്ല ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതെ, വി ആർ റിയലി പ്രൗഡ് ആക്ച്വലി. അങ്ങനെ ഒരു രീതിയിലൊരു ടീം ഇവിടുത്തെ കളക്ടറിന് ചേർത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നല്ല മനസ്സിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് വന്നിട്ട് വളരെ സെൽഫ്ലെസ് ആയിട്ട് എത്രയോ മണിക്കൂറും എത്രയോ ദിവസങ്ങളും ഒപ്പം നിന്ന് വർക്ക് ചെയ്യണം. അങ്ങനെ ഇവരെല്ലാവരും ബൈൻഡ് ചെയ്യണ കാര്യം എന്താണ്? ഇത്തരത്തിലുള്ളൊരു നന്മയാണ്. അതാണ് ശരിക്കും ഏറ്റവും അട്രാക്റ്റീവ്. അപ്പോൾ താനേ നമ്മുടെ ഇടയിൽ പുതിയ ഐഡിയാസ് ഉണ്ടാവുന്നു, പുതിയ കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് മനസ്സ് വരുന്നു. അപ്പോൾ താനേ എല്ലാ കാര്യങ്ങളും ഒരു തരം എനർജി അതിന് വരുന്നുണ്ട്. അതിനിപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ട് ഇൻഫാക്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് തന്നെ കോഴിക്കോട് കളക്ടറാണ്. അപ്പോൾ ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. അത് നാടിന് തന്നെ നല്ലൊരു സമയം വരുമ്പോഴാണ് അങ്ങനത്തെ ഒരു ടീം ആൾക്കാർ വരുന്നത്. കോഴിക്കോടിൻ്റെ പഴയ കാലത്ത് മുതൽ തന്നെ കോഴിക്കോട് പ്രശസ്തമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊരു തരംഗമാണ്. കോഴിക്കോടിനെ പറ്റിയുള്ള കോഴിക്കോടിൻ്റെ നന്മകളെ പറ്റിയുള്ള കാര്യങ്ങൾ. അല്ല, കോഴിക്കോട്ടുകാരെ കുറിച്ച് പിന്നെ പണ്ടേ എല്ലാവരും നല്ല തന്നെയാണ് പറയാറ്. ഞാൻ പറയാൻ പാടില്ല, പക്ഷേ അത് നല്ല വാക്കുകളാണ് കേട്ടിട്ടുള്ളത് കൂടുതൽ. ഇപ്പം പുതിയ സിനിമയിലേക്ക് വന്ന പുതിയ സിനിമയുടെ പണിപ്പുരയിലാണെന്ന് എഴുത്തിലാണ്. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്? അത് ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഷൂട്ടിൽ വെച്ചിട്ടായിരുന്നു ഞാൻ പ്രതാപ് പോത്തൻ സാറെ പരിചയപ്പെട്ടത്. അപ്പോൾ അന്ന് തൊട്ടേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങി. കഥകളും പല വായനാശീലങ്ങളും ഒക്കെ അങ്ങനെ വി ഹാവ് സം തിങ്സ് ഇൻ കോമൺ. ഒരു തരം മ്യൂസിക്കാണ് കേൾക്കുന്നത്, ലിറ്റിൽ തിങ്സ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സാറിന് ഒരുപാട് കാലമായിട്ട് ഡയറക്റ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇനി തിരിച്ച് ഒരു പടം ഡയറക്റ്റ് ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത ഒരു കഥ സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു കഥയുടെ ഒരു പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ദുൽഖർ തന്നെയാണ് നായകനാണെന്ന് അറിയുന്നു. ഐ തിങ്ക് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ തന്നെ നടത്തിട്ട് എൻ്റെ റോൾ ഒരു റൈറ്ററുടെ മാത്രമാണ്. ഈ കഴിയാറായോ കഥ പൂർത്തിയായിട്ട്? കഴിയാറായിട്ടില്ല, ഇപ്പം അതിൻ്റെ പണിയിലാണ്. കഥയാകുമ്പോൾ കഴിയുന്നത് വരെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മറ്റ് പടങ്ങൾ പോലെ ബാംഗ്ലൂർ ഡേയ്സ് പോലെ കേരളം ആഘോഷിക്കുന്ന ഒരു പടമാവട്ടെ, ഒപ്പം മഞ്ചാടിക്കൊരു ഉസ്താദ് ഹോട്ടൽ പോലുള്ള ഒരു പടമാവട്ടെ എന്ന് അങ്ങനെ കരുതുന്നു, ആശംസിക്കുന്നു. എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചാൽ മോർണിംഗ് മുത്തിൽ അതിഥിയായി തീരുന്നു. വളരെയധികം നന്ദി. വളരെ താങ്ക് യു.